ഞാൻ അമൃതയെ പെണ്ണ് കാണാൻ വന്നേ. അമൃതയുടെ അച്ഛൻ പറഞ്ഞിട്ടാ ബ്രോക്കർ എന്റെ അമ്മയെ വിളിച്ചത്. എന്റെ അമ്മ ഇവിടുത്തെ അഡ്രസ് തന്നെ. എന്നിട്ട് കുടുംബക്കാരൊന്നും വന്നില്ലല്ലോ. നിന്നെ കുടുംബത്തിൽ കയറ്റിയല്ലേ നിങ്ങളെ കുടുംബത്തിലെ എല്ലാ സമാധാനം പോകും. എന്റെ തനി കൊണ്ടോട് മഹാ ചെറ്റോ. എന്തോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? മര്യാദയ്ക്ക് റോഡിൽ കൂടെ പോയാൽ ഞാൻ റോഡ് സൈഡ് കയറി വന്ന് എന്നെ തട്ടിയിട്ടിട്ട് നഷ്ടപരിഹാരമായിട്ട് 1000 രൂപ വേണോ? ഞാനാ എന്റെ വണ്ടി ഒരഞ്ഞത്. പൈസ ഇപ്പൊ എന്റെ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഫോൺ തട്ടിപ്പറിച്ച് വെച്ചേക്കുന്നു. ഫോൺ വീട്ടിൽ നിന്ന് അടിച്ചാൽ മതി, അഡ്രസ് ഞാൻ തരാം. ഇനി പൈസ കൊടുത്താലേ എന്റെ മൊബൈൽ തിരിച്ചെടുത്തോളാം. മറക്കുന്നതും ക്ഷമിക്കുന്നതും എന്റെ കുടുംബക്കാരുടെ ഒരു ശീലമാണ്. ഞങ്ങളുടെ കുടുംബക്കാർക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. അറിയാതെ സംഭവിച്ചതല്ലേ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നാ ഫോൺ. ഹലോ ഹലോ, ആ തരാന്ന് പറഞ്ഞാൽ 500 തന്നിട്ട് പോയാൽ മതി. 100 വെറുതെ പോയി. ബ്രോ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. പെണ്ണിനെ അല്ലേ പെണ്ണ് കാണാൻ വരുന്നേ? ഇതൊക്കെ ഒരു പെണ്ണാണോ ബ്രോ? എന്തായാലും കൺഗ്രാജുലേഷൻസ്. ചേട്ടാ വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ കേരളത്തിൽ നിന്ന് 14 ജില്ലയിൽ നിന്ന് പെണ്ണാണ് വന്നത്. ശരിക്കും അവരാരും ഇഷ്ടപ്പെടില്ല. ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെടും. അതെന്താ? ഞാനിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ എന്നെ കൂളാക്കാൻ ഒരാൾ വേണം. ചേട്ടൻ ഓക്കെ? ഹലോ പറഞ്ഞോ അമ്മേ. പോയിട്ട് എന്തോ പെണ്ണിനെ കണ്ടോ? ആ കണ്ട് എൻ്റെ അടുത്തുണ്ട്. നിനക്ക് ഇഷ്ടമായോ? ഞാൻ വിളിക്കാം. ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു. ചേട്ടൻ്റെ നമ്പർ എന്ന് പറഞ്ഞേ. 985. ശരി എന്നാ ഞാൻ വിളിക്കാം. ഞാൻ വീട്ടുകാരെ വന്നൊന്ന് കാണണ്ടേ? വീട്ടുകാർക്ക് ഞാൻ പറയാൻ തീരുമാനം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം കൂടാ. പിന്നെ ഒരു സെൽഫി എടുത്താലോ? അമ്മയെ കാണിക്കാനായിരുന്നു.